4 പകലും 3 രാത്രിയും ഇന്ന് ട്രെയിനിൽ ദീർഘമായ ഒരു യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണ്, അതും സ്ലീപ്പർ ക്ലാസ്സിൽ. നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന 3ാമത്തെ ട്രെയിനായ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നും ജമ്മു കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി കട്ടറയിലേക്ക് പോകുന്ന ഹിമസാഗർ എക്സ്പ്രസിലാണ് ഇന്നത്തെ യാത്ര. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കാശ്മീർ യാത്ര ഇവിടെ മുതലാണ് ആരംഭിക്കുന്നത്. ഞങ്ങളിവിടെ രാവിലെ തന്നെ എത്തിയതാണ്. ആ എത്തിയ സമയം മുതൽ എന്ന് പറയാം നിർത്താതെ ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നൊരു കാലാവസ്ഥ അങ്ങനെ ആയിപ്പോയി. അതുപോലെ തന്നെ നമ്മളെ ട്രെയിനിന്റെ പേര് പറഞ്ഞല്ലോ ഹിമസാഗർ. ഈ ഒരു ഹിമസാഗർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിമ എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരിലെ മഞ്ഞിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സാഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ തെക്കേ ഭാഗത്ത് കടൽ തീരാണുള്ളത്. ആ കടലിനെയാണ് ആ ഒരു പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും കന്യാകുമാരി വന്നതുകൊണ്ട് നമുക്ക് ഏതായാലും പോകേണ്ടത് എന്താ പറയുക ആ ഒരു മഞ്ഞിൻ്റെ ഭാഗത്തേക്കൊക്കെ ആണല്ലോ. അപ്പം ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും നമ്മുടെ കടൽ തീരം, അതായത് കന്യാകുമാരിയുടെ ബീച്ച് കൂടെ ഒന്ന് കാണാൻ പോവുക. കാരണം കുറച്ചും കൂടെ സമയം നമ്മുടെ കയ്യിലുണ്ട്. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. ഇവിടെ ഇപ്പം നവീകരണമൊക്കെയാണ്. അപ്പോൾ കുറച്ച് വർഷങ്ങളെടുക്കും നല്ല കിടിലൻ റെയിൽവേ സ്റ്റേഷനായി വരാൻ. ഇനി ഇവിടുന്ന് ബീച്ചിന്റെ ഭാഗത്തേക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അങ്ങനെ നടന്നിപ്പോൾ ബീച്ചിന്റെ ഭാഗത്തേക്ക് എത്തിയേ. ഇവിടുന്ന് ഇനിയിപ്പോൾ വലതു ഭാഗത്തേക്കാണ് പോകാനുള്ളത്. 3 സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന ആ ഇന്ത്യയുടെ ഭാഗം ഇതാണ്. ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ഈ ഭാഗത്താണ് തിരുവള്ളുവർ സ്റ്റാച്യു, അതുപോലെ തന്നെ വിവേകാനന്ദ പാറയും ഉള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് കൂടെ കാണാം. അപ്പോൾ ഇവിടത്തേക്ക് പോകണമെങ്കിൽ ഈ ഭാഗത്തുനിന്നാണ് ബോട്ട് കിട്ടുക. അതിൻ്റെ ആ ഒരു ഭാഗമൊക്കെ എവിടെയാണ് ഒരു ബോട്ട് പോകുന്നതാ കാണാം. അതായത് ഇപ്പോൾ ഇവിടെ കാറ്റൊന്നുമില്ല, കാരണം ഇപ്പം മഴയാണ്. ഒരുപാട് പേര് ഈ മഴ കാരണമാണ് ഇപ്പോൾ ഈ ഭാഗത്തേക്കൊന്നും വരാതെ നിൽക്കുന്നത്. ഇവിടെ തന്നെയാണ് ക്ഷേത്രമൊക്കെ ഉള്ളത്. ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്ന 3 സമുദ്രങ്ങളാണ് ഇവിടെ ഒന്നിക്കുന്നത്. ഞങ്ങൾ അതുവഴിയാണിപ്പോൾ വന്നത്. അതുപോലെ തന്നെ ഈ കന്യാകുമാരിയിൽ വരുവാണെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് സൂര്യോദയം സൂര്യാസ്തമയൊക്കെ കാണാൻ പറ്റും. അതിന്റെ നല്ലൊരു ഭാഗം ഇവിടത്തേക്കാണ്. സൂര്യോദയം സൂര്യാസ്തമയം കന്യാകുമാരിയിൽ വന്ന് കാണാൻ ഇവിടെയാണ് പറ്റിയ പ്ലേസ്. നമുക്ക് ഇവിടെ വന്ന് ഇരിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ ഒരു പാറയൊക്കെ കാണുന്നില്ലേ? ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഇവിടെ നിന്നാണ് കണ്ടത് സൂര്യോദയം. ആ ഭാഗത്തു നിന്നാണ് നേരെ ഉദിച്ചു വരുന്ന ആ ഒരു രംഗം കാണാൻ അടിപൊളിയാണ്. തിരിച്ച് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നേ. ഈ കയറി വരുന്ന ഇവിടെ തന്നെ സ്വാമി വിവേകാനന്ദന്റെ ഒരു പടമൊക്കെ ഉണ്ട്. ഇവിടെ മുതലാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്നത്. കന്യാകുമാരിയിൽ ആകെ 6 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഇപ്പം നിലവിൽ ഇവിടെ നവീകരണമാണല്ലോ, അതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള വെയിറ്റിംഗ് ഹാള് ഇവിടെയാണ്. അതുപോലെ തന്നെ ഈ സ്റ്റേഷന്റെ ആ ഒരു അവസാന ഭാഗം സ്റ്റോപ്പ് എന്നുള്ള ഒരു എഴുത്തൊക്കെ ഇല്ലേ, ഇവിടെ വരെയാണ് റെയിൽവേ ലൈൻ ഉള്ളത്. നമുക്ക് പോകാനുള്ള ഹിമസാഗർ എക്സ്പ്രസ് ഇന്ന് പുറപ്പെടുക 5ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. ഇപ്പം ട്രെയിൻ വരാനുള്ള സമയമൊന്നും ആയിട്ടില്ല. നാഗർകോവിൽ നിന്ന് ഇനിയിപ്പം ഷണ്ടിങ് ചെയ്തൊരു 1 മണിക്ക് ശേഷം മാത്രമേ വണ്ടി ഇവിടെ വരുള്ളൂ. பயணிகளின் கனிவான கவனத்திற்கு வண்டி எண் 16317 கன்னியாகுமரியிலிருந்து திருவனந்தபுரம் கோட்டயம் பாலக்காடு சந்திப்பு வழியாக ஜம்முதாவி ஸ்ரீ மாதா வைஷ்ணோ தேவி கட்ரா வரை செல்லும் ஹிம்சாகர் எக்ஸ்பிரஸ் தடம் 5 இருந்து 14:15 നിമിടങ്ങൾക്ക് പുറപ്പെടും. 12:50 കന്യാകുമാരി എന്നുള്ള ഒരു നെയിം ബോർഡുള്ള ഭാഗത്തേക്ക് വന്നേ. ഈ കന്യാകുമാരി വന്നിട്ട് ഒരുപാട് ട്രെയിനുകൾ ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഇതുവരെ നല്ലൊരു പെർഫെക്റ്റ് കാലാവസ്ഥ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് നിർത്താതെയുള്ള മഴ നനഞ്ഞുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ അന്ന് ഹിമസാഗർ ചെയ്ത സമയത്ത് മഴ ഉണ്ടായിരുന്നു അല്ലേ? 2021 ആ സമയത്ത് ഇതേപോലെ തന്നെ എന്താ പറയുക മൂടപ്പെട്ട ഒരു അവസ്ഥയുണ്ടായത്. ഈ പറഞ്ഞ മഴയില്ലെങ്കിൽ ഇവിടെ വന്നാലുള്ള മെയിൻ അവസ്ഥ പറഞ്ഞാൽ നല്ല കാറ്റായിരിക്കും. നമ്മൾ വീഡിയോ ഓൺ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഒന്നും കേൾക്കൂല. അതാണ് ഞങ്ങൾ ദിബ്രുഗഡിലേക്ക് പോകുമ്പോൾ വിവേക എക്സ്പ്രസ് ഒക്കെ വരുന്ന സമയത്ത് ഒരു ഇൻട്രോ എടുക്കാൻ പെട്ട പാടെ. ഇനിയിപ്പോൾ നാഗർകോവിൽ നിന്നാണ് ഈ ട്രെയിൻ വരിക. കാരണം ഇതിന്റെ പ്രൈമറി മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് നാഗർകോവിലാണ്. ഏകദേശം ഒരു 1:15 ആകുമ്പോൾ ഇവിടെ എത്തുമായിരിക്കും അല്ലേ? ഇവിടുന്ന് 2:15 പുറപ്പെടുക. അപ്പൊ ഏകദേശം മനു പറഞ്ഞ അതേ സമയത്ത് തന്നെയാണ് ഇവിടെ എത്തുക. നിലവിൽ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ഹിമസാഗർ എക്സ്പ്രസ് രാജ്യത്തെ തന്നെ 3rd ലോങ്സ്റ്റ് ട്രെയിൻ ആണെന്ന് പറഞ്ഞല്ലോ. വേൾഡ് ലെവൽ എടുക്കുകയാണെങ്കിൽ 35ാമത്തെ സ്ഥാനമാണ് ഈ ഒരു ട്രെയിൻ വരുന്നത്. 3788 കിലോമീറ്റർ ആണ് ഇത് ആകെ ഓടുന്നത്. അപ്പോൾ 1, 2 ഏതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ തന്നെ കന്യാകുമാരി നിന്ന് ആസാമിലെ ദിബ്രുഗഡിലേക്ക് പോകുന്ന വിവേക എക്സ്പ്രസ് 4153 കിലോമീറ്റർ ആണ് അത് ആകെ ഓടുന്ന ദൂരം. അതുപോലെ തന്നെ 2ാമത്തെ വണ്ടി പറയുകയാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന്
അസാമിലെ സിൽച്ചറിലേക്ക് പോകുന്ന അർണോ എക്സ്പ്രസ്. അത് 3915 കിലോമീറ്ററാണ് ഓടുന്നത്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഇതിപ്പോൾ 3 എന്ന് പറഞ്ഞല്ലോ, ഒരു കാലത്ത് ഈ പറഞ്ഞ ഒന്നാമത്തെയും രണ്ടാമത്തെയും വിവേകും ഈ പറഞ്ഞ അർണോയൊന്നും ആയിരുന്നില്ല, ഈ നമ്മുടെ ഈ പറഞ്ഞ ഹിമസാഗരനാണ് ഉണ്ടായത്. പക്ഷേ എന്താ പറയുക, ആ റെക്കോർഡ് പോകാൻ കാരണം 2012 സമയത്താണ് ഈ പറഞ്ഞ വിവേക് എക്സ്പ്രസ് ഒക്കെ വന്നത്. ആ സമയത്ത് ആ ഒരു റെക്കോർഡ് പോയി. അതുപോലെ തന്നെ അന്ന് ഈ പറഞ്ഞ അർണോ എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് ഗുവാഹട്ടി വരെ ഏകദേശം 3500 കിലോമീറ്റർ മാത്രമാണ് ഉണ്ടായത്. പിന്നെ 2017 ഈ വണ്ടി സിൽച്ചറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത്, അങ്ങനെയാണ് നമ്മുടെ റെക്കോർഡ് 3ലേക്ക് മാറിയത്. 2 മണിയായിപ്പോൾ മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ഇതുവരെയായിട്ട് ഇവിടത്തേക്ക് വന്നിട്ടില്ല. എല്ലാ യാത്ര പോകുമ്പോഴും ഞങ്ങളൊരു കുട കൊണ്ടുപോകാറുണ്ട്. ഇത്തവണ ജമ്മു കാശ്മീരിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഡിസംബർ മാസമാണ്, മഴയൊന്നും പെയ്യില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷെ മൊത്തത്തിൽ മാറി. അല്ല, തണുപ്പ് സമയമല്ലേ, അതുകൊണ്ട് കുടക്ക വരെ ഞങ്ങൾ എടുത്തത്. ഞങ്ങളുടെ ബാഗിൽ നല്ല വെയിറ്റ് ആണ്, ജാക്കറ്റും മറ്റേ ഡ്രസ്സൊക്കെ ഇല്ല, അതൊക്കെ എടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നത്. 2:15 ഇപ്പോൾ വണ്ടി പുറപ്പെടേണ്ട സമയമായി. ഇവിടെ മഴ കാരണം നവി തലക്ക് തോർത്തൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. വേറെ എന്ത് ചെയ്യാനാ, കുടയില്ലാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോൾ വണ്ടി ഇവിടത്തേക്ക് വരുന്നറിയില്ല. എന്തായാലും വണ്ടിയിൽ നിന്ന് ഡിലേ ആയി. ഫൈനലി ഹിമസാഗർ എക്സ്പ്രസ് ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 5 കടന്നു വരികയാണ്. 2:40 ഇപ്പോൾ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടേ വണ്ടി എടുക്കുള്ളൂ. അത് നമുക്ക് നോക്കാം. ട്രെയിൻ നമ്പർ 163-17. അതുപോലെ തന്നെ ഈ ട്രെയിന് മറ്റു വലിയൊരു പ്രത്യേകതയുണ്ട്. ഈ കാണുന്ന ലോക്കോ ഇല്ലേ, ഈ സിംഗിൾ ലോക്കോ ഉപയോഗിച്ച് തന്നെയാണ് ഇത് കന്യാകുമാരിയിൽ നിന്ന് കട്ര വരെ പോവുക. അതായത് ലോക്കോമോട്ടീവ് ചേഞ്ചൊന്നുമില്ല. ഇപ്പോൾ വിവേക് എക്സ്പ്രസിനൊക്കെ ലോക്കോമോട്ടീവ് ചേഞ്ചൊക്കെ ഉണ്ട്, വിശാഖപട്ടണത്തിനൊക്കെ. ഇതിനങ്ങനെ ഇല്ല. ഹിമസാഗർ. അതുപോലെ തന്നെ ഇതിൻ്റെ കോച്ചുകളുടെ കണക്ക് പറയുകയാണെങ്കിൽ 4 അൺറിസേർവ്ഡ് കോച്ചുകളാണ് ആകെയുള്ളത്. 2 മുന്നിലും 2 പുറകിലും. അതുപോലെ തന്നെ 6 സ്ലീപ്പർ ക്ലാസ്, 1 തേർഡ് AC എക്കണോമി, 4 തേർഡ് AC, 2 സെക്കൻഡ് AC. ഞങ്ങൾ യാത്ര ചെയ്യുന്ന സ്ലീപ്പർ ക്ലാസ്സിലെ S5 ഈ ഭാഗത്തല്ല, ഇവിടെയൊക്കെ AC-കളാണ്. ഇത് S3. അതുപോലെ തന്നെ ഈ ട്രെയിനിൽ പാൻട്രി കോച്ച് ഉണ്ട്. പാൻട്രി കഴിഞ്ഞ ഉടനെ തന്നെയുള്ള കോച്ചാണ് നമ്മുടേത്. അയ്യോ, ഈ കോച്ചാണോ കിട്ടിയത്? എൻ്റെ ദൈവമേ, എനിക്ക് ഈ ടൈപ്പ് കോച്ച് ഇഷ്ടമേ അല്ല. സന്തോഷായില്ലേ? ചാർജ് ചെയ്യാൻ പോലും പറ്റില്ല. അത് അയ്യോ, ആ പ്യൂർ ആയിട്ടുള്ള ഒരു LHPന്റെ ആ ഒരു സ്ലൈഡിങ് ടൈപ്പിലെ വിൻഡോ ഒക്കെ ഉള്ള ഒരു ഇതില്ലേ, അല്ല നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ 4 അൺറിസേർവ്ഡ് കോച്ചുകൾ എന്നാണല്ലോ പറഞ്ഞത്. 4 ഇല്ല, 3 മാത്രമാണുള്ളത്. അതായത് ഇവിടെ ഒരു അൺറിസേർവ്ഡ് കോച്ച് മാത്രമേ ഉള്ളൂ. ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ കയറി. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു ലോക്കോമോട്ടീവ് ഇല്ലേ, അത് തന്നെയാണ് കപ്പിൾ ചെയ്യുക. ലോക്കോ കപ്പിൾ ചെയ്യാൻ കുറച്ച് സമയം എന്തായാലും എടുക്കും. ഇവിടെ ഹിമസാഗറിൻ്റെ ഒരു നെയിം ബോർഡ് കാണാം. കന്യാകുമാരിൻ്റെ ഭാഗത്ത് നമ്മുടെ നേരത്തെ കണ്ട ഒരു ഭാഗമില്ല, അതായത് തിരുവള്ളുവർ സ്റ്റാച്ചു ഉള്ള ഭാഗവും ആ ഒരു വിവേകാനന്ദ പാറയും, അതിൻ്റെ ഒരു നല്ല പിക്കാണുള്ളത്. ഇവിടെ കട്രേൻ്റെ ഇവിടെ ശ്രീമാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിൻ്റെ ആ ഒരു പടമാണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇനി ഇതിൻ്റെ AC കോച്ചിലേക്കൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് കയറാം. സെക്കൻഡ് AC-യും തേർഡ് AC-യും തേർഡ് AC എക്കണോമി. സെക്കൻഡ് AC-യിലേക്ക് ആദ്യം തന്നെ കയറാം. വണ്ടി ഓൾറെഡി നല്ല കൂളിംഗ് തന്നെയാണ്. കോച്ചൊക്കെ നല്ല വൃത്തിയുള്ളത് തന്നെയാണ്. കർട്ടനും കാര്യങ്ങളൊക്കെ കാണാം. 4 പേർക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ക്യാബിൻ. സെക്കൻഡ് AC-യിൽ ബെർത്തിനൊക്കെ നല്ല വീതിയാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇനിയിപ്പോൾ അടുത്തൊരു കോച്ചായ തേർഡ് AC-യിലേക്ക് പോവാം. തേർഡ് AC-യിലേക്ക് കയറാം. ഇവിടുന്ന് ഈ ഒരു കോച്ചിലൊന്നും ആരും തന്നെ ഇല്ല. കാരണം തിരുവനന്തപുരം എറണാകുളമൊക്കെ എത്തുമ്പോഴേ ഇതിൽ നല്ല ആൾക്കാരെന്തായാലും വരുള്ളൂ. നല്ല വൃത്തിയുള്ള കോച്ചാണ്. തേർഡ് AC-ൻ്റെ ഈ ഒരു ഭാഗത്തെ കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടോ? അതായത് ഈ ബെർത്തിൻ്റെ വലുപ്പമൊക്കെ. ഇനി അടുത്തത് തേർഡ് AC എക്കണോമിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കോച്ച് കൂടെ കാണുമ്പം തേർഡ് AC-യും തേർഡ് AC എക്കണോമിയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. തേർഡ് AC എക്കണോമിൻ്റെ സ്ലൈഡ് ഡോറാണ്. തേർഡ് AC-യും തേർഡ് AC എക്കണോമിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം നിങ്ങൾക്ക് ഈ ഒരു
ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുമല്ലോ, കുറച്ച് ഇടുങ്ങിയ വഴിയാണ്. ബെർത്തുകളുടെ ആ ഒരു വീതി ആയാലും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് കൺജസ്റ്റഡ് ആണ് തേർഡ് AC എക്കണോമി. പക്ഷേ തേർഡ് ACനെക്കാട്ടും ഒരുപാട് പ്രത്യേകതകൾ കൂടുതലുള്ള കോച്ച് ഇതാണ്. 2016 നിർമ്മിച്ച S5 കോച്ച്, കന്യാകുമാരി, ശ്രീമാത, വൈഷ്ണോദേവി, കട്ര എന്നൊക്കെ എഴുതിയതൊക്കെ കാണാം. അപ്പോൾ ഈ കോച്ചിലാണ് നമുക്കിനി വരും ദിവസങ്ങളിലൊക്കെ യാത്ര ചെയ്യാനുള്ളത്. 51ഉം 54ഉം ആണ് നമ്മുടെ ബെർത്ത് നമ്പറുകൾ. ഇവിടെയാണ് ഇതാ, ഇവിടെ ഈ 2 അപ്പർ ബെർത്തുകളാണ് ഞങ്ങൾ എടുത്തത്. പിന്നെ ഇവിടത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു മിറർ ഉണ്ട്. ഞാൻ നേരത്തെ ചാർജിങ് പോയിന്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ താഴെ ഭാഗത്താണ് ഉള്ളത്. അത് ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഈ മുകളിലുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ വെറൈറ്റി ആയിട്ട് ഒരു ടേബിളൊക്കെ ഉണ്ട്. ഈ റോഡ് ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WP7 ആണ് കട്ര വരെ ഹിമസാഗർ എക്സ്പ്രസിനെ നയിക്കുന്നത്. ഇതിനിപ്പോ അങ്ങ് അവിടെ പോയിട്ട് കപ്പിൾ ചെയ്യും. ഈ ട്രെയിനിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 2 മാസം മുന്നെയാണ്. അതായത് ഇപ്പൊ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാൻ പറ്റുക 60 ദിവസങ്ങൾക്ക് മുന്നേ ആ ഒരു രീതിയിലാണല്ലോ. 8 മണിക്കാണ് ഇതിന്റെ ടിക്കറ്റ് ഓപ്പൺ ആവുക. കറക്റ്റ് 8:03 ആകുമ്പോഴേ ഞങ്ങൾക്ക് 2 അപ്പർ ബെർത്ത് കിട്ടി. 8:05, 8:06 ആകുമ്പോഴേ വണ്ടി RAC ആയി. 8:10 ആകുമ്പോഴത്തേക്ക് വെയിറ്റ് ലിസ്റ്റ് ആയി. അതായത് ഇപ്പം ഈ ഡിസംബർ മാസത്തിൽ കാശ്മീരിലേക്കുള്ള സീസൺ ആണല്ലോ. കാശ്മീർ ആയാലും ഈ പറഞ്ഞ ഡൽഹി പോയിട്ട് നേരെ മണാലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു വണ്ടി കൂടിയാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ആകെ ഒരൊറ്റ വണ്ടി മാത്രമേ ഡയറക്റ്റ് ആയിട്ട് ജമ്മു കാശ്മീർ പോകുന്നുള്ളൂ. അത് ഹിമസാഗർ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ സമയം എടുക്കും. അതായത് നമ്മളിപ്പോ ഇവിടുത്തെ കന്യാകുമാരി കയറി കഴിഞ്ഞാൽ തന്നെ കട്ടറിൽ 68.5 മണിക്കൂർ കൊണ്ടാണ് എത്തുന്നത്. വളരെയധികം സ്ലോ ആയതുകൊണ്ട് കുറെ ആൾക്കാർ നേരെ കൊങ്കൺ വഴി നേരെ ഡൽഹി പോയിട്ട് അങ്ങനെ കാശ്മീരൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിന്ന് കന്യാകുമാരി ഇവിടുന്ന് കട്ടർ വരെ ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ വന്ന ടിക്കറ്റ് ചാർജ് 1120 രൂപയാണ്. ഈ ടൈപ്പ് വിൻഡോ ഇല്ലേ, സ്ലീപ്പർ ക്ലാസ് ഇല്ലേ, ഇതിന്റെ അകത്തെ കാര്യം ഒന്ന് കാണിച്ചു തരാം. ഈ കോച്ചിലും നല്ല വൃത്തിയാണ്. ഇനി നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ കാണുന്നില്ലേ 3 പോർട്ടുകളാണുള്ളത്. അപ്പർ ബെർത്തിന്റെ ഭാഗത്തുള്ളവർക്കായാലും ചാർജൊക്കെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ നമുക്ക് കിട്ടിയത് മറ്റേതായി പോയി. അങ്ങനെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ ഇതാ ശ്രീമാത വൈഷ്ണോദേവി കട്രയിലേക്കുള്ള ഹിമസാഗർ എക്സ്പ്രസ് പുറപ്പെട്ടു. 3:25 ഇപ്പോൾ. 2:15 ഇവിടുന്ന് പുറപ്പെടേണ്ടത്. കന്യാകുമാരിക്കും കട്രക്കും ഇടയിൽ ഈ ട്രെയിൻ ആകെ 63 സ്റ്റോപ്പുകളാണുള്ളത്. മഴയത്തുള്ള ഒരു ട്രെയിൻ യാത്രയില്ലേ, അത് അടിപൊളി തന്നെയാണ്. അതിന് സ്ലീപ്പർ ക്ലാസ് തന്നെ വേണം. AC അത്ര നല്ലതല്ല മഴയത്ത്. അപ്പോൾ ഇവിടെ കന്യാകുമാരി കഴിഞ്ഞ ഉടനെ തന്നെ കാണുന്ന ഒരു ചെറിയൊരു വളവ്. കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് ഇവിടെ വാഷേരിൻ്റെ ഭാഗവും ടോയ്ലറ്റൊക്കെ അടിപൊളിയാണ്. പിന്നെ ട്രെയിനിൻ്റെ അകത്ത്, അതായത് കോച്ചിൻ്റെ അകത്തെ കാഴ്ച പറയുവാണെങ്കിലും ഇപ്പം അധികം ആൾക്കാരേ ഇല്ല. കൂടുതലും തിരുവനന്തപുരം അതുപോലെ തന്നെ എറണാകുളമൊക്കെ എത്തണം. നമ്മുടെ ഈ ഒരു ഭാഗമില്ല, അതായത് ഈ 2 ലോവറും അതുപോലെ തന്നെ 2 മിഡിലും, ഇതൊക്കെ തിരുവനന്തപുരം ആ ഒരു ഭാഗത്തു നിന്നാണ് കയറുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ശബരിമലക്ക് പോയി വന്നവരാണെന്ന് ഒരു സംശയം ഉണ്ടല്ലേ? അല്ല, കുറെ ആൾക്കാരെന്ന് പറഞ്ഞാല് അങ്ങനെ തിരുവനന്തപുരത്ത് കയറുന്നവരുണ്ട്. പിന്നെ ഈ കോച്ചിൽ നോക്കിയ സമയത്ത് തന്നെ വിജയവാഡ അതുപോലെ തന്നെ ചെങ്ങന്നൂരിന്ന് ഒരുപാട് ടിക്കറ്റുകളുണ്ട്. എടുത്തു പറയുന്നില്ല, മണ്ഡലകാല സമയമാണല്ലോ, സ്വാമിവാരനായിരിക്കും. ട്രെയിൻ ഇപ്പോൾ നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. തിങ്കളാഴ്ച രാത്രി കട്രയിൽ പുറപ്പെട്ട് ഹിമസാഗർ ഇന്നലെ വ്യാഴാഴ്ച രാത്രിക്കാണ് ഇവിടെ കന്യാകുമാരി എത്തിയത്. എന്നിട്ട് നേരെ രാത്രി ഇങ്ങോട്ട് തന്നെ വന്നു. നേരത്തെ പറഞ്ഞല്ലോ, പ്രൈമറി മെയിൻ്റനൻസ് ഒക്കെ ഈ ട്രെയിനിൻ്റെ ഇവിടെയാണ്. ഒരു ഷണ്ടിങ് ചെയ്തൊരു ട്രെയിൻ പോകുന്നത് കാണാം. (3:47) നാഗർകോവിൽ ജംഗ്ഷൻ. NCJ എന്നാണ് സ്റ്റേഷൻ്റെ കോഡ്. നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ 4 സമൂസ വാങ്ങിച്ചു. നാഗർകോവിൽ ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് തിരുനെൽവേലിയിലേക്കൊരു ലൈനുണ്ട്, അതാണ് ഈ കാണുന്നത്. പിന്നെ ആ ഭാഗത്തേക്ക് മുഴുവനും മലനിരകളാണ്. ഇതൊരു ബൈപ്പാസാണ്. അതായത് തിരുനെൽവേലി ഭാഗത്തുനിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുന്ന ട്രെയിനുകൾ നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ലോക്കോ റിവേഴ്സൽ ചെയ്തിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ഇത് നേരെ തിരുനെൽവേലിയിൽ നിന്ന് നാഗർകോവിൽ ടൗണിലേക്കുള്ള ലൈനാണ്. നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നല്ലൊരു കാഴ്ചയാണ്. ഇവിടെ ഇതാ കൃഷിപ്പാടം,
അതിൻ്റെ പുറകിലായി വലിയ വലിയ മലനിരകൾ. അതങ്ങാ ഭാഗം മുതൽ തന്നെയുണ്ട്. ഒരുപാട് ദൂരെയാണ് അതൊക്കെ. പിന്നെ അതിലൂടെ തന്നെ ഒരു റോഡും കടന്നു പോകുന്നത് കാണാം. നാഗർകോവിൽ ഭാഗത്ത് നിന്ന് തിരുനെൽവേലി ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരുപാട് വിൻഡ് മിൽസൊക്കെ കാണാം. അതൊരു നല്ല റൂട്ടാണ്. ഇന്ന് യാത്ര ചെയ്യുന്ന ഹിമസാഗർ എക്സ്പ്രസിനെ പറ്റി പറയുമ്പോൾ ഇത് ആദ്യമായി ഓടിത്തുടങ്ങിയത് 1984 കന്യാകുമാരിയിൽ നിന്ന് ജമ്മു താവി വരെയാണ് ആദ്യം ഓടിയത്. പിന്നെ കട്ര റെയിൽവേ സ്റ്റേഷൻ വന്നതിന് ശേഷമാണ് കട്രയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. ഇപ്പോൾ ശ്രീനഗർ വരെ റെയിൽവേ ലൈൻ ഉണ്ട്. പക്ഷേ ഈ കട്രയിൽ നിന്ന് ശ്രീനഗറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാത്തതിൻ്റെ കാരണം കുറച്ച് സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിലവിൽ അവിടത്തേക്ക് ഒരു ലോക്കൽ ട്രെയിൻ പോലും പോകുന്നില്ല. ആകെ വന്ദേ ഭാരത് മാത്രമേ ഉള്ളൂ. കട്രയിൽ രാവിലെ എത്തി ഉച്ചയാകുമ്പോൾ തന്നെ ഇത് ശ്രീനഗർ എത്തുമല്ല പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ അവിടുന്ന് പുറപ്പെട്ടല്ല. അതായത് നീട്ടുകയാണെങ്കിൽ നമുക്ക് എവിടെയും മാറി ഇറങ്ങി കയറേണ്ട ആവശ്യം വരുന്നില്ല. ഈ തിരുവനന്തപുരത്ത് തന്നെ ഈ ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങ് ശ്രീനഗർ വരെ എത്താലോ. ട്രെയിൻ ഇപ്പോൾ കുഴിത്തുറൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. 4:36. ഹിമസാഗർ എക്സ്പ്രസ്സിലെ സ്ലീപ്പർ ക്ലാസ് യാത്ര നല്ലതാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇത് 3ാമത്തെ തവണയാണ് ഹിമസാഗറിൽ പോകുന്നത്. ഇതിനു മുന്നേ 2 തവണ യാത്ര ചെയ്തപ്പോൾ ഒരു തവണ 3rd AC-ലും മറ്റൊന്ന് സ്ലീപ്പർ ക്ലാസ്സിലാണ് പോയത്. 2021 ആദ്യമായിട്ട് ഇതിൽ യാത്ര പോയത്. കന്യാകുമാരിയിൽ നിന്ന് കട്ര വരെ. അത് സ്ലീപ്പർ ക്ലാസ്സിൽ 2 സൈഡ് ലോവർ ബെർത്താണ് കിട്ടിയത്. അത് കൊടും തണുപ്പ് സമയത്ത്. അത് ഇതേപോലെ തന്നെ LHB ഒന്നും അല്ല, നമ്മുടെ പഴയ ഐസ് ഉത്കൃഷ്ട വെച്ചില്ല വണ്ടിയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി. അതിന്റെ വിൻഡോ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ അടച്ചു കഴിഞ്ഞാൽ നിൽക്കുന്നില്ല, ജെർക്കിംഗ് കൊണ്ട് തന്നെ മേലോട്ട് പോകും. അപ്പം സൈഡ് ലോവർ പറഞ്ഞാൽ ആ ഡിസംബർ സമയത്ത് ഞങ്ങൾ ആ സമയത്ത് പോകുന്ന സമയത്ത് ഇപ്പം ആണെങ്കിൽ ജാക്കറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും കൊണ്ടുപോയില്ല, ഒരു ടീഷർട്ട് ഇട്ട് പോയി തണുത്ത് വേർച്ചൊരു വിധായി. പിന്നെ എന്ന് പറഞ്ഞാൽ തിരക്കിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇവിടെയൊന്നും കുഴപ്പമില്ല. ഈ ആന്ധ്രയ്ക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോ എന്താ പറയുക, UP ഒക്കെ എത്തുന്ന സമയത്ത് വല്ലാത്ത ഷോ ആവും. കാരണം അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ ഇടിച്ചൊക്കെ കയറുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ പോകുമ്പോൾ സ്ലീപ്പർ എടുത്ത് എല്ലാം ഒന്ന് കാണണമല്ലോ. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ പാറശാല. ഇവിടെ വണ്ടി നിർത്തും. ഒരു ട്രെയിൻ വരാനുണ്ട്. ട്രെയിൻ ഇപ്പോൾ പാറശാലയിൽ നിർത്തി. അതായത് ഒരു വണ്ടി വരാനുണ്ട് കൊല്ലത്തുനിന്ന് ചെന്നൈ എഗ്മോറിലേക്കുള്ള അനന്തപുരി. കാരണം ഇത് സിംഗിൾ ലൈനാണ്. അനന്തപുരി എക്സ്പ്രസ്. അനന്തപുരി എക്സ്പ്രസ് റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. തഞ്ചാവൂരിലേക്ക് ഉഴവൻ എക്സ്പ്രസ് ആയിട്ട്. നേമം, അതായത് തിരുവനന്തപുരം സൗത്ത്. ഇവിടെ ഒരുപാട് പുതിയ പുതിയ മാറ്റങ്ങളാണ് വരുന്നത്. സിംഗിൾ ലൈൻ ആണെന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഡബിൾ ലൈൻ്റെ വർക്കുകളാണ് ഈ കാണുന്നത്. പുതിയ ട്രാക്ക് അവിടെയാ വരിക. ഡബിൾ ലൈൻ്റെ ആ ഒരു വർക്കുകളൊക്കെ ഇവിടുന്ന് നല്ല രീതിയിൽ തന്നെ കാണാം. ഇനിയിപ്പോൾ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്താനായി. പക്ഷേ വണ്ടി എന്തായാലും ഔട്ടറിൽ നിൽക്കും. പ്ലാറ്റ്ഫോം ഒക്കെ ബിസിയാണ് ഇപ്പോൾ ഈ സമയത്ത്. 5:25 ആയല്ലോ. ട്രെയിൻ ഇപ്പോൾ ഔട്ടറിൽ നിർത്തി. കാരണം ഗുരുവായൂർ ഇൻ്റർസിറ്റിയൊക്കെ ഈ സമയത്ത് പോകാനുണ്ടല്ലോ. ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം വേക്കൻ്റ് ആയാൽ അവിടത്തേക്ക് എന്തായാലും പോകും. അതുപോലെ തന്നെ ഈ ട്രെയിൻ ഇനി കൃത്യസമയത്ത് പല സ്റ്റേഷനിൽ എത്തില്ല. കാരണം ഇപ്പോൾ തന്നെ നല്ലൊരു ഡിലേ വന്നു. തിരുവനന്തപുരത്ത് എന്തായാലും 1 മണിക്കൂർ യാത്ര വേണമല്ലോ കൊല്ലത്തേക്ക്. കൊല്ലത്തുനിന്ന് രാത്രിക്കുള്ള ഭക്ഷണം വാങ്ങിക്കാമെന്ന് കരുതി ഞങ്ങൾ ട്രെയിനിലത്തെ ഫുഡൊന്നും വാങ്ങിക്കുന്നില്ല. ഓൺലൈൻ വഴി തന്നെ ബുക്ക് ചെയ്യാം. IRCTCൻ്റെ ഫുഡ് ഓൺ ട്രാക്ക് വഴിയും ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ സൊമാറ്റോ വഴിയും ബുക്ക് ചെയ്യാം. ഞങ്ങൾ സൊമാറ്റോ വഴിയാണ് ബുക്ക് ചെയ്തത്. അതായത് അത് എങ്ങനെ ബുക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൊമാറ്റോൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ തന്നെ അവിടെ മെയിൻ പേജിൽ തന്നെ 10 PNR നമ്പർ കൊടുക്കാനുണ്ടാവുമല്ലോ. അത് കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റേഷനുകളൊക്കെ കാണിക്കും. അതിൽ ഞങ്ങളിപ്പോൾ കൊല്ലാണ് കൊടുത്തിട്ടുള്ളത്. കൊല്ലത്തുനിന്ന് ഞങ്ങൾ 2 ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അത് നമ്മുടെ ബെർത്തിൽ തന്നെ കൊണ്ടുവന്ന് തരും. 5:38 ട്രെയിൻ ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിലേക്ക് ഇതാ എത്തുകയാണ്.
ഇവിടെ കാണുന്നത് മലബാർ എക്സ്പ്രസിന്റെ ഷണ്ടിങ് ആവാനാണ് സാധ്യത. അതിന്റെ MT റേക്ക് മലബാർ തന്നെയാണ്. 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ ഇന്ന് വരുന്നത്. കാരണം ഈ സമയത്ത് ഇത് മാത്രമാണ് വേക്കൻ്റ് ആയിട്ടുള്ളത്. TVC ഇവിടെ ആകെ 5 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഈ കാണുന്ന വണ്ടിയില്ലേ, അത് തിരുവനന്തപുരം എറണാകുളം വഞ്ചിനാടാണ്. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു വണ്ടിയുണ്ട്. തിരുവനന്തപുരം കൊല്ലം കണ്ടില്ലേ, ഫുള്ളാണ് പ്ലാറ്റ്ഫോം, മൊത്തം വണ്ടിയുണ്ട്. ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി പോയി കഴിഞ്ഞ ഉടനെ തന്നെ മലബാർ ഇങ്ങോട്ട് വരും. നമ്മുടെ ഈ വണ്ടി പോയ ഉടനെ തന്നെ വരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. കൂടുതലും സ്വാമിമാർ തന്നെയാണ്. നമ്മുടെ കോച്ചിലേക്ക് ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ കയറാനുണ്ട്. കന്യാകുമാരിയിൽ നിന്ന് ട്രെയിൻ പുറപ്പെടുന്ന സമയത്ത് നമ്മുടെ കോ പാസഞ്ചേഴ്സ് ഒക്കെ സ്വാമിമാരായിരിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ. എല്ലാവരും സ്വാമിമാർ തന്നെയാണ്. ആ ഭാഗത്തല്ല, അതായത് ആ ഭാഗത്ത് മാത്രമല്ല, അതിന്റെ തൊട്ടിപ്പുറത്തുള്ള ക്യാബിനൊക്കെ ഇല്ലേ, അവരൊക്കെ അവിടെ വന്നു. അതായത് നേരെ കൂടുതൽ ടിക്കറ്റും വിജയവാഡയാണ്. കുറെ പൂൾഡ് കോട്ടയാണ്. പൂൾഡ് കോട്ട എന്ന് പറഞ്ഞാൽ ഇടയ്ക്കുന്ന കയറിയിട്ട് ഇടയ്ക്കുന്ന ഇറങ്ങുന്നതാണ്. ഈ ആന്ധ്രാപ്രദേശിലേക്കത്തെ ഒരുപാട് സ്ഥലത്ത് ഇറങ്ങാനുള്ള ഈ ടിക്കറ്റ് കണ്ടിട്ട് ഞാൻ തന്നെ ബസ്സിൽ ഇറങ്ങാനും എല്ലാവരും സ്വാമിമാരായിരിക്കുന്നു. പക്ഷെ പറഞ്ഞ പോലെ ശരിയാണ്. ഇപ്പം ചെങ്ങന്നൂര്, കോട്ടയം എന്നൊക്കെ സ്വാമിമാർ തന്നെ ആയിരിക്കും കയറുന്നത്. ഈ പൂൾഡ് കോട്ട എന്ന് വെച്ചാൽ ആൾക്കാർ ഇടയ്ക്ക് കയറുന്ന സമയത്ത് ഞങ്ങള് എന്താ പറയാ, കുറെ മലയാളികളെ കിട്ടുമെന്നൊക്കെ നോക്കി. കാരണം മലയാളികളാണെങ്കിൽ നമുക്ക് വർത്താനൊക്കെ പറഞ്ഞങ്ങ് പോവാലോ. ഇനി എറണാകുളം കൂടി ഉണ്ടല്ലോ, നോക്കാം നമുക്ക്. 5:46 തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തു. ഇനി അടുത്ത സ്റ്റോപ്പ് കൊല്ലം. ട്രെയിൻ ഇപ്പോൾ കൊല്ലത്തേക്ക് ഇതാ എത്തുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് പോയാൽ തന്നെ ഒരു വലിയ വളവ്, ആ വളവ് നേരെ വളഞ്ഞെത്തുക റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ ട്രെയിൻ ഇപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. പുതിയ പാർക്കിംഗ് ഒക്കെയാണ് ഇവിടെ. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണമാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഒക്കെ ഇവിടെയാണ്. സ്റ്റേഷൻ്റെ ആ ഒരു പുതിയ കെട്ടിടങ്ങളൊക്കെ ഇവിടെ കാണാം. കൊല്ലത്ത് നിന്നും ഒരുപാട് പേര് ട്രെയിനിൽ കയറാനുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണം കിട്ടുക. സൊമാറ്റോയിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത ഭക്ഷണം ഇതാ കറക്റ്റ് കൊണ്ടുവന്ന് തന്നു. ബർത്തിൻ്റെ എവിടെ കൊണ്ടുവച്ചോ? കൊല്ലം ജംഗ്ഷൻ. ഇവിടെ 3 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഓൾറെഡി ഇപ്പോഴും വണ്ടി 1 മണിക്കൂറിന് മുകളിൽ തന്നെയാണ് ഡിലേ. ഇനിയിപ്പോൾ അടുത്തത് കായംകുളം. സൊമാറ്റോയുടെ പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ട്രെയിൻ നമ്പറും എൻ്റെ പേരും ബർത്ത് നമ്പറും ഒക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ ഈ ബർത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം അതിൻ്റെ വേസ്റ്റ് ഒന്നും ആവാൻ പാടില്ലല്ലോ. ഒരു പേപ്പറൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞങ്ങൾ ഓൺലൈൻ വഴി വാങ്ങിച്ചത് വാഴയിലെ ബിരിയാണിയാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്താൽ ഇതിൻ്റെ അകത്ത് വാഴയില ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അത് വേറെ കാര്യം. ഇതില്ലേ, ഇങ്ങനത്തെ ഒരു സാധനം തന്നെയായിരുന്നു ഇതും. ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായതാണ്. റൈത്തയും അച്ചാറൊക്കെയാണ്. അപ്പോൾ ഒരെണ്ണം ഇതാ നവീൻ്റെ സാധനങ്ങൾ നവി കഴിക്കട്ടെ. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം. മെയിനായിട്ട് പറഞ്ഞിട്ട് നല്ല അടിപൊളി പാക്കിങ് തന്നെയായിരുന്നു. ഇതേ നല്ല വാഴയില കൊണ്ട് പൊതിഞ്ഞ ബിരിയാണി. ഫസ്റ്റ് ടൈമാണ് സൊമാറ്റോ വഴി ഒരു ചിക്കൻ ബിരിയാണി ട്രെയിനിൽ ഓർഡർ ചെയ്യുന്നത്. കൂടുതൽ IRCTCൻ്റെ ഫുഡ് ഓൺ ട്രാക്ക് വഴിയാണ് ഓർഡർ ചെയ്യാറുള്ളത്. നല്ല ചൂട് ബിരിയാണിയാണ്. മസാലയൊക്കെ ഓക്കെയാണ്. ട്രെയിൻ ഇപ്പോൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. എങ്ങനെയുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ? കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മൾ നോർത്ത് ഇന്ത്യ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളുടെ അതേ ടേസ്റ്റിലെ ഫുഡൊന്നും കിട്ടണമെന്നില്ലല്ലോ. നമ്മൾ പൊതുവേ ഉണ്ടല്ലോ യാത്ര ചെയ്യുന്ന സമയത്ത് റൊട്ടി മേടിച്ച് തൈരൊക്കെ കൂടിയാണ് കഴിക്കാറുള്ളത്. അത് നല്ലൊരു കോംബോ ആണല്ലോ. നേരത്തെ കായംകുളത്ത് നിന്ന് നവീൻ പറഞ്ഞില്ലേ, പ്ലെയിൻ റൊട്ടിയും തൈരാണ് കൂടുതലും ലോങ് യാത്രയിൽ കഴിക്കാറുള്ളതെന്ന്. അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. നമ്മളിപ്പം വേറെ മസാല കറികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പുറത്തു പോയിട്ട് നമ്മൾ ഇതുവരെ കഴിക്കാത്ത പല കറികളായിരിക്കും. അത് പെട്ടെന്ന് തന്നെ നമ്മുടെ വയറ്റിൽ പിടിക്കണമെന്നില്ല. കാരണം അതിലൊക്കെ ഉപയോഗിച്ച ഓയിലൊക്കെ പല വെറൈറ്റി ആയിരിക്കാം. അതുപോലെ തന്നെ ഓയിൽ എന്ന് പറയുമ്പോൾ ഈ നോർത്തിലൊക്കെ കൂടുതലായിട്ട് കുക്ക് ചെയ്യുന്ന ഒരു ഓയിൽ പറഞ്ഞാൽ കടുകോയിലാണ്. കടുകോയിൽ നമ്മുടെ വയറ്റിൽ പിടിക്കില്ല. അതാണ് ഉദ്ദേശിച്ചത്.
നമ്മളിപ്പോ വെളിച്ചെണ്ണയിൽ യൂസ് ചെയ്യുന്നത് അതൊരു വിഷയമാണ്. പിന്നെ പലതരത്തിലെ മസാലകൾ നമ്മളിപ്പോ റൊട്ടിയും കൂടെ കഴിക്കുമ്പോൾ പല മസാലകളായിട്ട് ചേർത്ത കറികളാണ് വാങ്ങുന്നത്. ഇതൊന്നും പിടിക്കണമെന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ നിന്ന് കാശ്മീരി എന്ന് പറഞ്ഞിട്ട് ഈ മസാല വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആദ്യത്തെ 1-2 ദിവസമൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ ഫുഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി എന്താ പറയാ പുറന്ന് കഴിക്കേണ്ടി വരും. ഞങ്ങൾ പാൻട്രി ഫുഡ് തീരെ ഒഴിവാക്കിയാണ്. പിന്നെ അപൂർവം കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവല്, അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ ഉപ്പുമാക്കില്ലേ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ബാക്കി അതിൽ ഉച്ചക്കത്തെ താലി, ബിരിയാണി ഞങ്ങൾ ട്രെയിനേ വാങ്ങാറില്ല. പിന്നെ ഓൺലൈൻ വഴി കുറച്ച് കൂടുതലാണെങ്കിലും വാങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ഇതുവരെ ഓൺലൈൻ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് കാര്യമായിട്ട് ഒരു എന്താ പറയാ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അതായത് ഈ ഓൺലൈൻ വഴി മേടിക്കുമ്പോഴായാലും താലി മേടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രെയിൻ ഇപ്പോൾ മാവേലിക്കര സ്റ്റേഷനിൽ ഇതാ നിർത്തി. ഇവിടെ സ്റ്റോപ്പ് ഒന്നുമില്ല, 2-ാം നമ്പർ പ്ലാറ്റ്ഫോം ആണിത്. 8-6 ട്രെയിൻ ഇപ്പോൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. കന്യാകുമാരി से कोट्टयम पालक्काड पोक्कर चमुतावी श्री माता वैष्णो देवी कक्षा 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ആ ഒരു ഭാഗത്താണ് ബസ്സൊക്കെ വന്ന് നിർത്തുക. അതായത് ഈ സമയത്ത് പമ്പയിലൊക്കെ ഒരുപാട് KSRTC കിട്ടും, ഏത് സമയത്തും 24 മണിക്കൂറും ഇവിടുന്ന് ബസ് സൗകര്യമുണ്ട്. അവിടെ വിരി വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഈ റെയിൽവേ സ്റ്റേഷന്റെ ഇവിടെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് ട്രെയിനുകൾ ഉണ്ടല്ലോ. മലബാർ, മാംഗ്ലൂർ എക്സ്പ്രസ്, അമൃത എക്സ്പ്രസ്, അങ്ങനെ പലതും ഉണ്ടല്ലോ. പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ല, ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്ക് നിങ്ങൾ ഫാമിലിയോടൊപ്പം ഹിമസാഗർ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ് അധികം ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തില്ല. കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണമാണ് തണുപ്പ്. ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ഈ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസത്തിലൊക്കെ അതിശൈത്യമാണ്. നമ്മൾ 3rd AC ഒക്കെ എടുക്കുവാണെങ്കിൽ അതിലൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആണല്ലോ ഉണ്ടാവുക. പക്ഷെ സ്ലീപ്പർ ക്ലാസ്സിൽ അങ്ങനെയല്ല, വളരെയധികം ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ അടുത്ത വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിക്കോളും. ഇനി അടുത്ത മെയിൻ കാരണമാണ് ഇതിൻ്റെ അകത്തേക്ക് അൺറിസർവ്ഡ് ടിക്കറ്റ് ഒക്കെ എടുത്ത് ആൾക്കാർ വന്ന് നമ്മുടെ സീറ്റൊക്കെ കയ്യേറുവാണ്. അതിൽ നമ്മുടെ സീറ്റൊന്നും കയ്യേറില്ല, എന്തായാലും അൺറിസർവ്ഡ് ടിക്കറ്റുകാരൊക്കെ കയറും. അത് കൂടുതലായിട്ടും മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഡൽഹി ഭാഗത്താണ്. ഇന്നും നാളെയും അധികം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ് ഈ പൈസ പിരിക്കാൻ വരുന്നവരില്ലേ, കൈകൊട്ടി പൈസ പിരിക്കാൻ വരുന്നവർ, അവരുടെ ഏറ്റവും ശല്യം ഉണ്ടാവുന്നത് ഈ പറയുന്ന പോലെ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് ആ ഭാഗത്താണ്. ഇന്നൊന്നും ഉണ്ടായില്ല, നാളെ എന്തായാലും കുറച്ച് ഒരു ആന്ധ്ര ഭാഗത്തെല്ലാം കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടായേക്കാം. എന്നാലും നിങ്ങൾ കൊച്ചു കുട്ടിയോടൊപ്പം ആദ്യമായിട്ട് യാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും AC തന്നെ എടുക്കുക. 8:41 ട്രെയിൻ ഇപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. കോട്ടയത്ത് 3 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഈ ചെങ്ങന്നൂരിലുള്ള അതേ തിരക്ക് തന്നെ കോട്ടയത്തും ഉണ്ടാവും. ഇവിടുന്ന് ഒരുപാട് പേര് കയറാനുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് കോട്ടയം ബസ് സ്റ്റാൻഡ് ഉള്ളത്, നാഗമ്പടം. കോട്ടയം എത്തുമ്പോഴേ ട്രെയിനിൻ്റെ അകത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്, ഓൾമോസ്റ്റ് ഫുള്ളായി. ഇനിയിപ്പോൾ വളരെ കുറച്ച് ആൾക്കാരും കൂടെ എറണാകുളത്തു നിന്നും കൂടെ കയറാനുണ്ടാവും. ഞങ്ങളുടെ അപ്പർ ബർത്തിൻ്റെ കാര്യം പറയുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബെർത്താണിത്. ഇത് നല്ല കുഷനിങ് ആണ്. 3 ദിവസമാണ്, അതായത് 3 നൈറ്റാണ് ഇതിൻ്റെ മുകളിൽ കിടക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ബാഗ് ഇവിടെ ചെറിയൊരു ചങ്ങലയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ട്രെയിൻ ഇപ്പോൾ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ 8:40 ട്രെയിൻ എത്തേണ്ടത്, 10:18. ഈ സ്റ്റേഷനിലും നവീകരണമാണ്. यात्रियों कृपया ध्यान दीजिए, गाड़ी नंबर 16317 कन्याकुमारी से पालक्काड पोक्कर
देवी कक्षा तक जाने वाली हिमसागर एक्सप्रेस एर्नाकुलम टाउन प्लेटफॉर्म नंबर 317 कन्याकुमारी जम्मू तावी श्री माता वैष्णो देवी कक्षा. കന്യാകുമാരിയിൽ നിന്നും 324 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇപ്പോൾ ഇത് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ 9:10 എത്തേണ്ടത്. ഇപ്പോൾ 11:10. 2 മണിക്കൂറാണ് ട്രെയിൻ ഇപ്പോൾ ഡിലേ. ആലുവയിൽ 2 മിനിറ്റ് ആണ് ട്രെയിൻ സ്റ്റോപ്പ്. അടുത്തത് ഇനി തൃശ്ശൂരല്ലേ? തൃശ്ശൂരുണ്ട് സ്റ്റോപ്പ്, ഒറ്റപ്പാലമുണ്ട്, പാലക്കാട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പാലക്കാട് എത്തണ്ടേ. നമ്മുടെ ഈ മലബാർ ഭാഗത്തു നിന്നുള്ളവർക്ക്, അതായത് വടക്കൻ കേരളത്തിൽ നിന്നുള്ളവർക്ക് നേരെ ഒറ്റപ്പാലത്തോ പാലക്കാടോ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് പറഞ്ഞ ഹിമസാഗർ കയറി നേരെ കാശ്മീരിൽ പോകാൻ വേണ്ടി പറ്റുന്നതാണ്. പെരിയാറിന്റെ രാത്രിയിലെ കാഴ്ച അധികം പകർത്തിയില്ല. നല്ലൊരു കാഴ്ച തന്നെയാണ്. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഒരു രാത്രി കാഴ്ച. ഇവിടെ റൺവേയിൽ ഒരു ഫ്ലൈറ്റ് ഉണ്ട്. ഈ സമയത്തൊരു ടേക്ക് ഓഫ് കാണാമായിരുന്നു. രാത്രിക്ക് അടിപൊളിയാണ് എയർപോർട്ട് കാണാൻ. ഹിമസാഗർ എക്സ്പ്രസിന്റെ 1ാമത്തെ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇനി 2, 3, 4 ഭാഗങ്ങളുണ്ടാവും. ഇനി അടുത്ത ദിവസം തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന വഴിയാണ് നമ്മൾ യാത്ര പോവുക. അതിൻ്റെയൊക്കെ കാഴ്ച അടുത്ത ദിവസത്തെ വീഡിയോ കാണാം. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോ ബൈ.